മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ ഇത്തിരി പൂവേ കുരു എന്ന ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. മലയാളമാണ് നമ്മൾ നോക്കുന്നത്. മലയാളം ഫസ്റ്റ് 5ാം ക്ലാസ് ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുന്നത്. മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്ത് വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ. ചോദ്യം എന്താണ്? ഇതിലെ നിങ്ങൾക്ക് ഇഷ്ടമായ കാഴ്ചകൾ ചുവടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. പെയ്യുന്ന മഴ. എന്താണ്? ചാഞ്ഞ് പെയ്യുന്ന മഴ. ചാഞ്ഞു പെയ്യുന്ന മഴ. മരത്തിൻ്റെ ഇലകളിൽ മഴത്തുള്ളികൾ താഴെ വീഴുന്നു. മുറ്റത്തെ മഴവെള്ളത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. മഴ ഒഴുകിപ്പോകുന്ന കുഞ്ഞിലകൾ, ചെറിയ ചെറിയ മഴവെള്ളം മണ്ണിൽ മറയുന്നു. ഇത്രയാണ് നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് എഴുതി കൊടുക്കേണ്ടത്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിലാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം കാണുന്നുണ്ടാവും എന്നാണ് അടുത്ത ചോദ്യം. എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത്. അങ്ങനെയുള്ള മണ്ണ് കാണുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാവാം എന്നാണ് ചോദിക്കുന്നത്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. വരണ്ടുണങ്ങിയ മണ്ണിൽ കേട്ടോ, അവിടെ മായാണ്. പുതുമഴ പെയ്ത് നനയുന്നത്. തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ വേനലിൽ വാടി പുതുജീവൻ ലഭിച്ച ഉണങ്ങിയ കൊമ്പിലാട്ടുകളും ഉണ്ടാകുന്നത്. പഴങ്ങളും ഭക്ഷിക്കുന്നത് എല്ലാം മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും. അടുത്ത ചോദ്യം, കവിത വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി കവിതയാണ് പോകുന്നത്. കവിത വായിക്കാം. മണ്ണിൻ്റെ കിനാവുകൾ. എന്താണ് വായിക്കുന്നത്? മണ്ണിൻ്റെ കിനാവുകൾ. ഇത് രണ്ടെണ്ണാന്നുണ്ട് കേട്ടോ. അപ്പം മണ്ണിൻ്റെ കിനാവുകൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലാപ്പോഴും ചേറ്റി നിൽക്കും മലരുകൾ, രാത്രി പെറ്റ കുരുകുത്തി മുല്ലകൾ, രാജന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. ഇതിൽ ഒരുപാട് പൂക്കളെ കുറിച്ച് പറഞ്ഞുണ്ട് അല്ലേ? അപ്പം നമ്മൾ കവിത കുറച്ചുകൂടെ താഴോട്ടേക്കുണ്ട്. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ. നീ കണ്ട് ലായും പായും ഉണ്ട് കണ്ട. നിൽപ്പവർ, അതായത് നിൽക്കുന്നവർ എന്നാണ് അവിടെ വരുന്നത് കേട്ടോ. വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിക്കുന്നവർ എന്നർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ. ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ, ഭൂമി പാടുന്ന ശീലുകൾ. പി മധുസൂദനന്റെയാണ് ഈ കവിത. അപ്പം നമ്മൾ കവിത വായിച്ചു കഴിഞ്ഞു. ഇനി കവിതയിൽ നിങ്ങൾക്ക് കുറച്ച് അർത്ഥങ്ങൾ നോക്കാം. കവിതയിലെ നിങ്ങൾക്കതിൽ അറിയാത്ത കുറച്ച് നുകർന്നിക്കുക പറഞ്ഞ ഈ വിതറി അല്ലെങ്കിൽ മുദ്ര, അതായത് കൃഷ്ണ എന്നിവിടെ പരാരത്തി, അതായത് കൃഷ്ണ വാന
നീർത്തടം, ചാർത്തുക, അണിയുക, കിനാവ്, സ്വപ്നം. ചാർത്തുക പറഞ്ഞ അണിയുക, സ്വപ്നം. അപ്പൊ അതിലറിയാത്ത അർത്ഥങ്ങൾ അത്രയും. ഇനി നമുക്ക് ഇതിലെന്താണ് അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഈണത്തിൽ, താളത്തിൽ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഈ കവിത മൗനമായിട്ട് പുറത്തേക്ക് കേൾക്കാതെ മനസ്സിലിങ്ങനെ 1-2 പ്രാവശ്യം വായിക്കുക. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളാവുക, എന്നിട്ട് എന്ത് ചെയ്യുക? കവിത ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കുക. ഈ ഗ്രൂപ്പിന്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. ഓരോ ഗ്രൂപ്പിന്റെയും അവതരണം മറ്റു ഗ്രൂപ്പുകൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, എന്നിട്ട് വിലയിരുത്തണം. ഇനി അടുത്തതായിട്ട് പറയുന്നത് പൂക്കളെ പരിചയപ്പെടാം എന്നാണ് പറയുന്നത്. നമുക്ക് ഈ കവിതയിൽ കുറച്ച് പൂക്കളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ പൂക്കൾ ഏതൊക്കെയാണ് എന്ന് ഈ കവിത പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പൂക്കളെ പരിചയപ്പെടണം. കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കവിത വായിച്ചു. കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക. അവിടെ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ബോക്സിലൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചിത്രം വരയ്ക്കണം. നിറം കൊടുത്തിട്ട് ചിത്രം വരച്ചിട്ട് നിറം കൊടുക്കണം. വർണ്ണ ചിത്രം പറഞ്ഞത്. വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം. ചിത്രം വരയ്ക്കുക, നിറം കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പേരെഴുതുക. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? മനോഹരമായിട്ട് ചിത്രം വരയ്ക്കണം കേട്ടോ. നമുക്കിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം? ഓരോ പൂവിൻ്റെയും പേര് ഇവിടെ എഴുതാം. ഈ കവിതയിൽ എന്തൊക്കെ പൂവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പേരെഴുതാം. കൃഷ്ണകിരീടം നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞപ്പോൾ കണ്ടുല്ലേ? കൃഷ്ണകിരീടം പറയുന്നുണ്ട്. പിന്നെ തുമ്പയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ്? മുക്കുറ്റി പൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ മുക്കുറ്റി പറയുന്നുണ്ട് കവിതയുടെ. പൊൻവേൽ കുരുന്നു, പൂത്തുമ്പകൾ, തുമ്പയെ പറയുന്നുണ്ട്. ജമന്തി പറയുന്നുണ്ട് അല്ലേ? കോളാമ്പി പൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ പൂവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മുക്കുറ്റി, തുമ്പ, ജമന്തി, കോളാമ്പി, പനിനീർപ്പൂവ്, കൃഷ്ണകിരീടം, മുല്ല, വാടാമല്ലി. ഇത്രയും പൂക്കളെ കുറിച്ച് ഈ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര പൂക്കളുണ്ട്? 2, 4, 6, 8 പൂക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എത്ര ബോക്സ് എന്ന് നോക്കാം. എത്ര ബോക്സ് തന്നിട്ടുണ്ട്? 2, 4, 6 ബോക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് 6 പൂക്കളുടെ പേരെഴുതാം. ആദ്യം തന്നെ എന്താണ് ഇവിടെ എന്താ പറയുന്നത്? മുക്കുറ്റി അല്ലേ? മുക്കുറ്റി, തുമ്പ, ജമന്തി. നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള പൂക്കളുടെ പേര് എഴുതിയിട്ട് നിങ്ങൾ വരയ്ക്കണം. ഓക്കെ. മുക്കുറ്റി, ഇവിടെ മുക്കുറ്റി പൂവിൻ്റെ ചിത്രം വരയ്ക്കുക. പിന്നെന്താണ് പറയുന്നത്? തുമ്പ പറയുന്നുണ്ട് അല്ലേ? മുക്കുറ്റി, തുമ്പ. പിന്നെ എന്താണ്? മുല്ല പറയുന്നുണ്ട്, ജമന്തി പറയുന്നുണ്ട്. മുക്കുറ്റി, തുമ്പ, മുല്ല. ഊച്ചിഹ്നം അങ്ങനെ മൗസ് കൊണ്ട് എഴുതുമ്പോഴുള്ള പ്രശ്നമാണ് കേട്ടോ. ഊച്ചിഹ്നം. ജമന്തി, മുക്കുറ്റി, മുല്ല, ജമന്തി, കോളാമ്പി, വാടാമല്ലി അല്ലേ? കോളാമ്പി പൂ നിങ്ങൾ കണ്ടില്ലേ? വലിയ പൂവ്, മഞ്ഞ കളറിലുള്ള കോളാമ്പി പൂവ് കണ്ടില്ലേ? കോളാമ്പി. പിന്നെന്താ പറയുന്നത്? പനിനീർ പൂവുണ്ട്, കൃഷ്ണകിരീടം ഉണ്ട് അല്ലേ? കൃഷ്ണകിരീടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ പൂവ് അത് വരയ്ക്കാം. വാടാമല്ലിയും കൃഷ്ണകിരീടവും ഉണ്ട്. കൃഷ്ണകിരീടം നിങ്ങളെല്ലാവരുമല്ലോ അല്ലേ? വാടാമല്ലി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 6 ബോക്സാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ചിത്രം വരച്ചിട്ട് നിറം കൊടുത്തിട്ട് അതിന് താഴെ എഴുതണം. ഓക്കെ. നമുക്കും പൂക്കളാകാം എന്നാണ് അടുത്ത വർക്ക് വരുന്നത്. നമുക്കും പൂക്കളാകാം. അതിനു മുമ്പ് ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ എന്ത് ചെയ്യണം? പൂക്കളുടെ ചിത്രം വരയ്ക്കണം. എന്നിട്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? നിറവും കൊടുക്കണം. ഓക്കെ.
നമുക്കും പൂക്കളാകാം. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പൂക്കളുടെയും പേരുള്ള ഗ്രൂപ്പുകളായിട്ട് മാറണം. ജമന്തി, മുല്ല, വാടാമല്ലി, കോളാമ്പി, അങ്ങനെ ഓരോരോ പേര് നിങ്ങളുടെ ഗ്രൂപ്പിന് കൊടുക്കുക, പൂക്കളുടെ പേര് കൊടുക്കുക. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അപ്പം നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ലഭിച്ചത് എന്താണോ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കവിതയിൽ ഓരോ വരി ഉണ്ടാവും, ആ വരി കണ്ടെത്തിയിട്ട് അവതരിപ്പിക്കണം. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. അവയുടെ സവിശേഷതകളും നിങ്ങൾ എന്ത് ചെയ്യണം, അവതരണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പം എല്ലാ പൂവിനെ കുറിച്ചും നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. ഓരോ കുട്ടികൾക്കും ഓരോ പൂവായിരിക്കും കിട്ടുക. അപ്പം എല്ലാത്തിൻ്റെ പേരും എല്ലാത്തിൻ്റെ സവിശേഷതകളും നമ്മൾ എഴുതണം. അപ്പം നമുക്ക് എഴുതിയത് നോക്കാം. അതിനെക്കുറിച്ച് എഴുതാല്ലേ കവി അപ്പൊ അതാണ്. പിന്നീട് നമ്മൾ നോക്കുന്നത് തുമ്പയാണ്. പൂത്തുമ്പകൾ, കവിത നുകർന്ന പൂത്തുമ്പ. അത്തപ്പൂക്കളത്തിന് ഇതിനെ പറയുന്നതാണ് പൂക്കളം. നമ്മള് അതുപോലെ തന്നെ വിനയത്താണ്, വിനയത്തിന്റെ തുമ്പ അറിയപ്പെടുന്നു. ഞങ്ങൾ അറിയപ്പെടുന്നത് എല്ലാം സാധാരണയായി നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരു നീണ്ട ഇലയുള്ള ചെടിയായിട്ടാണ് കൂടുതൽ അത് ഉണ്ടാവുക. പൂക്കളാണ് അതിന് ഉണ്ടാവുന്നത്. വേരും പൂവും എല്ലാം തുമ്പ എന്ന ചെടി വേരോടെ ഇല ഔഷധമാണ്, വേരുമായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് വരുന്നത് ജമന്തിയാണ്. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. അതാണ് കവിതയിലെ വരി. നമുക്ക് കവിതയിലുള്ള വരി കൂടെ എഴുതാൻ പറഞ്ഞതാണ്. നമ്മൾ പഠിച്ച കവിതയിലെ വരിയാണിത്. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. മഞ്ഞയും വെള്ളയും ഓറഞ്ചും നിറങ്ങളിൽ കാണുന്ന ഞങ്ങൾ. ജമന്തിപ്പൂ അല്ലേ. ജമന്തിപ്പൂ എല്ലാ കുട്ടികളും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ പൂക്കളം ഒരുക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവരുന്ന പൂക്കളിൽ കൂടുതലും എന്താ ഉണ്ടാവുക, ജമന്തിപ്പൂവാണ് ഉണ്ടാവുക. തുമ്പപ്പൂ ഒന്നും നമുക്ക് അങ്ങനെ അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല, അത് നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാകുന്ന പൂക്കളാണ്. ഈ ജമന്തിപ്പൂ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ നിറത്തിലാണുള്ളത്? വെള്ള നിറത്തിലുണ്ടാകും, ഓറഞ്ച് നിറത്തിലുണ്ടാകും, മഞ്ഞ നിറത്തിലും ഉണ്ടാവും അല്ലേ. മഞ്ഞ നിറത്തിലും ഉണ്ടായിരിക്കും. ഞങ്ങൾ നല്ല സുഗന്ധമുള്ളവയാണ്. ഈ ജമന്തി പൂക്കൾ എങ്ങനെയാണ്? നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. നല്ല സുഗന്ധമുണ്ടായിരിക്കും അതിന്. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ഏതു മണ്ണിലും വളരും. വെയിലാണ് ഈ പൂക്കൾക്ക് ഇഷ്ടം. വെയിലത്ത് നട്ടാൽ ഏത് മണ്ണിലായാലും ഈ ജമന്തിപ്പൂ ഉണ്ടാകും. മാല കെട്ടാനും അത്തപ്പൂക്കളം ഇടാനുമെല്ലാം ഞങ്ങൾ വേണം. മാല കെട്ടാൻ അതുപോലെ തന്നെ പൂക്കളം ഒരുക്കാൻ ഒക്കെ ഞങ്ങൾ വേണം. അപ്പൊ ജമന്തി പത്രം എന്ന പോൽ വേലിയിൽ വിരിഞ്ഞ കോളാമ്പികൾ അല്ലെ. വേലിയിലാണ്. അപ്പോൾ വേലിയിൽ എങ്ങനെയണിഞ്ഞ് വിരിഞ്ഞ കോളാമ്പിൽ തന്ന വരികളാണിവ. ഇനി നമുക്കതിന് പൂന്തോട്ടത്തിലും വേലി ആവുമല്ലോ, മുള്ളുവേലി, മുളേൻ്റെ കാണാനില്ല അങ്ങനെ വേലി. ആ വേലി കെട്ടും ത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞ നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഭംഗിയുള്ളവരാണ്. ഞങ്ങളെ കാണാൻ നല്ല രസമുണ്ടാവും. ആ പൂ കാണാൻ നല്ല മിനമ്പി പൂ. താഴേക്ക് ഇങ്ങനെ ഒരു ഇതുന്ന ഞങ്ങൾ. ഈ പൂക്കൾ എന്നും ഉണ്ടാവും, വിരിയും, എന്നും പൂക്കുന്ന ഞങ്ങൾ. മുറ്റത്ത് കുലകളായ നിൽക്കുന്നത്. അതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് പനിനീർ പൂവാണ്. പനിനീർ പൂ. കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റിക്കും പനിനീർ മലരുകൾ. ഇതാണ് കവിതയിലെ വരികൾ. കവിതയിലെ വരികൾ എഴുതാൻ നമ്മളോട് പറഞ്ഞതാണല്ലോ. കവിതയിലെ വരികളാണിത് കേട്ടോ. നല്ല ഭംഗിയും സുഗന്ധവുമുള്ള ഞങ്ങൾ പല നിറങ്ങളിൽ കാണപ്പെടുന്നു. ഞങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്, ഞങ്ങൾക്ക് നല്ല ഗന്ധവും ഉണ്ടായിരിക്കും, നല്ല സുഗന്ധം ഉണ്ടായിരിക്കും. ഞങ്ങൾ പല നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. മഞ്ഞയും വെള്ളയും ചുമപ്പും അങ്ങനെ പല നിറങ്ങളിൽ ഈ പനിനീർ പൂവിനെ കാണുന്നുണ്ട്. ഞങ്ങളുടെ പൂവിതളിൽ നിന്ന് നല്ല സുഗന്ധമുള്ള പനിനീർ ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ പൂവിതളികളിൽ നിന്ന് എന്തുണ്ടാക്കാൻ പറ്റുന്നുണ്ട്? കുത്തിമുല്ലയാണ്. കുത്തിമുല്ലകൾ രാത്രിപ്പെട്ട എപ്പോഴാണ് ഇത് വിരിയുന്നത്? ആകർഷിക്കുന്നത് അതെന്ത് ചെയ്യുന്നുണ്ട്? അടുത്തതായിട്ട് മുദ്രയാണ്. നാട്ടിൻപുറങ്ങളിൽ ഓണം സുന്ദരി പൂവാണ്. ഇതിൽ കാണപ്പെടുന്ന ഇലയുള്ള ചെടിയാണ്. അതിന്റെ ഇലയൊക്കെ ഉണ്ടല്ലോ അതുപോലുള്ള. അടുത്തതായിട്ട് വരുന്നത് വാട തൂമയേറിടും വാടി ഭൂമി ചാർത്തും.
വാടാ. ഇനി അതിന്റെ സവിശേഷതയാണ് ദിവസങ്ങൾ വാടാമല്ലി. ആ വാടാമല്ലി വാടാതെ ഇരിക്കും. പൂക്കളമിടാനും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. മാല കെട്ടാൻ ഉപയോഗിക്കുന്നു. ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ാണ് മുക്കുറ്റി പൂവിനെ കുറിച്ചാ നമുക്ക് കാണാൻ പറ്റും. ആദ്യം കുരുത്ത മുക്കുറ്റികൾ പൂവിനെ കുറിച്ചാണ്. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? കവിതയിൽ ആദ്യം കുറിച്ചാണ്. ഏത് പൂവിനെ കുറിച്ചാ? മുക്കുറ്റി പൂവിനെ കുറിച്ചാണ്. ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. ഇതിൽ ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഇപ്പൊ ഒരു വർക്ക് ചെയ്തില്ലേ, അതിൽ എല്ലാ പൂവിനെ കുറിച്ച് പറഞ്ഞ വരികൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചൊല്ലുക. അത്രയും ചെയ്താൽ മതി. ഇനി അടുത്തത് പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക എന്നതാണ് അടുത്ത ചോദ്യം. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെക്കുറിച്ച് വർണ്ണനകളാണ് നൽകിയിരിക്കുന്നത്. കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെക്കുറിച്ചുള്ള വർണ്ണനകളാണ് നൽകിയിരിക്കുന്നത് അല്ലേ. പിന്നീട് കവി പൂക്കളുടെ മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് എന്ന് കവി പറയുന്നതിലൂടെ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്ന് കവി വിശ്വസിക്കുന്നു. ഓരോ പൂക്കൾക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ കാണാം. നീലാകാശം കണ്ണിലുള്ളവർ, വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽക്കുന്നവർ, ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കൾ, അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു. ഓക്കെ, അതാണ് നമ്മൾക്ക് പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞതിൻ്റെ ഉത്തരം. അടുത്തത് പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്ക് കുറിപ്പ് തയ്യാറാക്കിയത് നോക്കാം. നീലവാനം മിഴികളിൽ ഉള്ളവരാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കൾ. നിറം, വിശാലത, ഭംഗി എന്നിവയാണ് നീലവാനത്തിൻ്റെ സവിശേഷതകൾ. എല്ലാം കാണാനും അറിയാനുമുള്ള കുട്ടികളുടെ കൗതുകവും അത് നൽകുന്ന ഭംഗിയുമാണ് നീലവാനം മിഴികളിലുള്ളത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഞ്ഞുതുള്ളികൾ വീണു കിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരികളിലുള്ളത്. സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെക്കുറിച്ചാണ് ഇവിടെ സൂചന. ഏതു ചൂടിലും വാടാതെ നിൽക്കുന്ന പൂക്കളുണ്ട്. അതുപോലെ ഏത് പ്രതിസന്ധികളിലും തളരാതെ കരുത്തോടെ നിൽക്കുന്ന മനുഷ്യരുമുണ്ട് അല്ലേ. ഇരുട്ടിലും പുഞ്ചിരി തൂകി നിൽക്കുന്ന പൂക്കളെക്കുറിച്ചാണ് അടുത്ത വരിയിൽ കവി പറയുന്നത്. ഏതു ദുഃഖത്തെയും ഉള്ളിലൊതുക്കി ചിരിയിലൂടെ അതിനെ മറികടക്കുന്നവരെയാണ് ഈ വരികളിൽ കാണുന്നത്. എത്ര സങ്കടം ഉണ്ടായാലും ആ സങ്കടമൊന്നും ആരെയും കാണിക്കാതെ സങ്കടമൊക്കെ ചിരിച്ചു കളിച്ച് നടക്കുന്ന ആളുകളെ നമുക്കറിയാം അല്ലേ. അവരെ കുറിച്ചാണ്, അങ്ങനെയുള്ള ചിരിയിലൂടെ അതിനെ മറികടക്കുന്നവരെയാണ് ഈ വരികളിലൂടെ കവി കാണിക്കുന്നത്. പൂക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതാണ് കവിയുടെ ചിന്തകൾ. പൂക്കളിലൂടെ ആ കവിത എവിടെ എത്തുന്നത്? മനുഷ്യരിലാണ് എത്തുന്നത് അല്ലേ എന്ന് കവിതാഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാം. പൂക്കളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിനെ വർണ്ണിച്ചു വരുന്ന സമയത്ത് അത് ആരിലെത്തുന്നുണ്ട്? മനുഷ്യരിൽ എത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ കവിയുടെ ചിന്തകൾ
മനുഷ്യരിലേക്കാണ് എത്തുന്നത് എന്ന് നമുക്ക് കവിതാ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണ് എന്ന് നോക്കാം. ആസ്വാദനക്കുറിപ്പിലേക്ക്, അടുത്തെന്താണ്? ആസ്വാദനക്കുറിപ്പിലേക്ക്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾക്ക് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായോ? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. നിങ്ങൾ ഈ കവിത വായിച്ചപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കണം. കവിതയെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്ന് എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ് എന്ന് എഴുതണം. അതുപോലെ തന്നെ സമാന ആശയമുള്ള മറ്റു കവിതയിലെ വരികൾ എഴുതണം. കവിതയുടെ പേര് എഴുതണം. സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും എഴുതണം. പ്രധാന ആശയങ്ങൾ എഴുതണം. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, നിങ്ങൾ ഈ കവിത പഠിച്ചതാണ്. അപ്പം ഇതിൽ ഏത് വരികളാണോ, നിങ്ങൾ ഏതെങ്കിലും വരികൾ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ പൂക്കൾ എത്രയോ പൂക്കൾ ഈ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, ഈ വരികളാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇത് എഴുതുക. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ മുകളിലേക്ക് മുല്ലകൾ രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ, ഈ വരികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഈ വരികൾ എഴുതാം. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, ഇതാണെങ്കിൽ ഇത് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതുക. ഇനി എന്തായിരുന്നു ചോദ്യം? ഇതൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനോപടത്തിൻ്റെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനോപടത്തിൻ്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. എന്നിട്ട് അതിന് നല്ലൊരു പേരും നൽകുമല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പം അതിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണം? പേരുകൂടെ കൊടുക്കണം. അപ്പം നമുക്ക് ആസ്വാദനത്തെ തയ്യാറാക്കിയത് കുറിപ്പ് മനോപടം പൂർത്തിയാക്കൂ. ഈ ഫസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, അത് നമുക്ക് പൂർത്തിയാക്കണ്ടേ. അപ്പോൾ നമുക്ക് മനോപടം പൂർത്തിയാക്കാം. ഇവിടെ കവിയെക്കുറിച്ച് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. കവിയെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കവിയെക്കുറിച്ച് എഴുതിയതാണ് നോക്കുന്നത്. കവിയെക്കുറിച്ച് പ്രശസ്ത ബാലസാഹിത്യകാരൻ പി. മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ്. മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം, ഞാനിവിടെയുണ്ട്, ഭൂമി പാടുന്ന ശീലുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അത്രയാണ് നമ്മൾ കവിയെക്കുറിച്ച് ഇവിടെ എഴുതുന്നത്. ഇനി അടുത്തത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ നേരത്തെ ഞാൻ കാണിച്ചു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട എഴുതിയാൽ മതി. ഇനി കവിതയുടെ പേര്, നിങ്ങൾ കവിതയുടെ പേര് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ആ കവിതയുടെ പേര് തന്നെ ഇവിടെ എഴുതുക. ഇനി പ്രധാന ആശയങ്ങളും സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും, അത് രണ്ടാണ് നമുക്ക് നോക്കാനുള്ളത്. സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളാണ് നോക്കുന്നത്. സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും: പൊൻവെയിലിൻ കുരുത്ത മുക്കുറ്റികൾ, രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചു നീലാവാനം മിഴികളിലുള്ളവർ, മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. അതൊക്കെയാണ് എന്ത്? സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും. അടുത്തത് പ്രധാന ആശയങ്ങളാണ് ഇനി കേട്ടോ. പ്രധാന ആശയങ്ങൾ നമുക്ക് നോക്കാം. ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കളുടെ സവിശേഷതകൾ ഓരോ പൂവിനും നിറവും ആകൃതിയും നൽകുന്നത് പ്രകൃതി തന്നെയാണ് അല്ലേ? ഓരോ പൂവിനും നിറവും ആകൃതിയൊക്കെ നൽകുന്നത് ആരാണ്? പ്രകൃതി തന്നെയാണ്. പൂക്കൾ നൽകുന്ന ചിന്തകൾ, അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു. അപ്പോൾ നമ്മളുടെ പ്രധാന ആശയങ്ങളും എഴുതി. കവിതയുടെ പേര് നിങ്ങൾ എഴുതുക.
അത്രയാണ് ഇവിടെ ചോദിച്ചത്. ചോദിച്ച കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എന്താണ് ഇവിടെ പറഞ്ഞത്? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മനോപടത്തിന്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലോ പറഞ്ഞത്. അപ്പൊ നമുക്കിനി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയത് നോക്കാം. സഹായത്തോടെ നല്ലൊരു പേര് നൽകുമല്ലോ. നമുക്ക് ആൻസർ നോക്കാം. പ്രശസ്ത ബാലസാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ്. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ പൂവിനെയും കവി പ്രത്യേകമായി കൊന്നു. പൊൻവേലിൽ കുരുത്ത മുക്കുറ്റി, പൂനിലാവ് നുകർന്ന പൂത്തുമ്പ എന്നിങ്ങനെയാണ് സവിശേഷതകൾ. ഈ വിശേഷണങ്ങളെല്ലാം പൂക്കൾക്കിണങ്ങുന്നവയാണ്. മണ്ണിന്റെ മക്കളാണ് പൂക്കൾ. മണ്ണിന്റെ മക്കളാണ് പൂക്കൾ. ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ്. മക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു. ആരിലും സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറയ്ക്കാൻ പൂക്കൾക്ക് കഴിയും. ധാരാളം പൂക്കൾ ഭൂമിയുടെ മക്കളായി നിത്യവും പിറക്കുന്നുണ്ട്. ചില പൂക്കൾ നീലാകാശം കണ്ണിലുള്ളവരാണ്. വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരും ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരുമുണ്ട്. ചില പൂക്കൾ ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ്. പരസ്പര സ്നേഹത്തിൻ്റെയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവരുടെയും ഒക്കെ പ്രതീകങ്ങളാണ് ഈ വരികളിലെ പൂക്കൾ. ഓരോ പൂവും അവയുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നു. ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും തളരാതെ നേരിടാൻ നമുക്ക് കഴിയണം. മനോഹരമായ വർണ്ണന എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് ഈ കവിത. ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതകളാണിത്. പ്രചോദിപ്പിക്കുന്ന കവിതയാണിത്. പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശവും കവിത നൽകുന്നു. അപ്പൊ നമ്മുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ചുമർ പത്രിക തയ്യാറാക്കാം. ഓർക്കാം കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. ഇത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പറയുന്നത് പോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്ത എല്ലാ വർക്കുകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ചുമർ പത്രിക തയ്യാറാക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫസ്റ്റ് കവിത അല്ലെ, വളരെ മനോഹരമായ ഒരു കവിതയായിരുന്നു. ആ കവിതയും അതിലെ വർക്കുകളും അതിലെല്ലാ ആക്ടിവിറ്റിയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.